എന്തെന്നറിയുമോ? ഇദാ നളറ ഇലൈഹാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ പെണ്ണങ്ങാണം തന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയാൽ ഭർത്താവിന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും മാറുകയാണ്, സർവ്വവേദനകളും മാറുകയാണ്, സർവ്വ ദുഃഖങ്ങളും മാറുകയാണ്. ആ പ്രിയപ്പെട്ടവളുടെ മടിത്തട്ടിലൊന്ന് പോയി കിടന്നാൽ പടച്ചവനെ എല്ലാ ടെൻഷനും മാറുകയാണ്. എന്തൊരു സന്തോഷമെന്നറിയുമോ? എന്തൊരു സമാധാനമെന്നറിയുമോ? ഭാര്യയുടെ ചിരി കണ്ടു കഴിഞ്ഞാൽ ഭർത്താവിന് സമാധാനമാണ്. വീട്ടിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ജീവിതം സന്തോഷമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. പടച്ചവരെ, അങ്ങനെ ഏതെങ്കിലും ഒരു ഭർത്താവിന് സന്തോഷം തോന്നുന്നുണ്ടോ? നിന്റെ ഭാര്യയുടെ പുഞ്ചിരി കാണുമ്പോ, നിന്റെ ഭാര്യയുടെ മുഖം കാണുമ്പോ അല്ലാഹുവേ നിനക്ക് സമാധാനമുണ്ടോ? നിനക്ക് സന്തോഷമുണ്ടോ? നിന്റെ ടെൻഷൻ മാറുന്നുണ്ടോ? നിന്റെ പ്രയാസം മാറുന്നുണ്ടോ? നിന്റെ ഭാര്യയോട് നിന്റെ മനസ്സ് തുറന്ന് സർവ്വകാര്യങ്ങളും പങ്കുവെക്കണമെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നിന്റെ ഭാര്യ ഒരു സ്വാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. സ്വാലിഹത്തായ പെണ്ണിന്റെ ഒന്നാമത്തെ അടയാളം അതാണ്. അടയാളം ഭർത്താവ് തന്റെ രഹസ്യവും പരസ്യവും എല്ലാ കാര്യവും ഭാര്യയോട് പറയുന്നുണ്ട്. അങ്ങനെ ജീവിക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പടച്ചവനെ, ഭാര്യയും ഭർത്താവും കൂട്ടുകാരെ പോലെ, ഫ്രണ്ട്സുകളെ പോലെ പടച്ചവനെ തമാശകൾ പറഞ്ഞ് രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുകയാണ്. പടച്ചവനെ, ഭാര്യ വീടിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുകയാ, ഭർത്താവ് വരുന്നത് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നല്ലോ. ഭർത്താവ് താമസിച്ചാൽ വീടിന്റെ കവാടത്തിൽ തന്റെ ഭർത്താവിനെ കാത്തു നിൽക്കുന്ന ഭാര്യ. പടച്ചവനെ, ഭർത്താവ് വരാതെ ഭക്ഷണം കഴിക്കൂല, ഭർത്താവ് കഴിക്കുന്ന പാത്രത്തിലെ ഭക്ഷണം കഴിക്കൂ. അങ്ങനെ കുടുംബജീവിതം നയിച്ചിരുന്ന നിന്റെ വാപ്പയെയും ഉമ്മയെയും മറന്നുപോയി. പഴയ തലമുറയിലെ മാതാപിതാക്കൾ പ്രായം ചെന്നവരാണെങ്കിലും എന്തൊരു സ്നേഹമെന്നറിയുമോ? എന്തൊരു സ്നേഹമെന്നറിയുമോ? ഭർത്താവ് കടിച്ച പാത്രത്തില് എന്തിന് എന്റെ വാപ്പ അല്ലെങ്കിൽ നിങ്ങളുടെ വാപ്പ, നിങ്ങളുടെ വാപ്പ കടിച്ചിട്ട് വെച്ച പാത്രത്തിലെ ഉമ്മ ഭക്ഷണം കഴിക്കൂ. കാരണം പടച്ചവനെ, ഒരൽപ്പം ഭക്ഷണം അവർ പാത്രത്തിൽ വെക്കുമായിരുന്നു. ഇനി അവർ രണ്ടുപേരും ഒറ്റയ്ക്കാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, പഴയ വീടുകളിൽ ഒരു വലിയ പാത്രം കാണാ, അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കൂ, അവര് കുടുംബസമേതം ഒരുമിച്ച് ഭക്ഷണം കഴിക്കൂ. അങ്ങനെ കഴിച്ചതിലൂടെ ഉണ്ടാകുന്ന നേട്ടം എന്തെന്നറിയുമോ? ഒരുമിച്ച് ഭക്ഷണം കഴിക്കണ്, ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചാ അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ വീട്ടിലൊരു വലിയ പാത്രം വാങ്ങണേ, നിങ്ങൾ വീട്ടിലൊരു വലിയ പാത്രം വാങ്ങണേ. എന്നിട്ട് നിങ്ങൾ ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കണേ. ഒരേ പാത്രത്തിൽ ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാൽ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന 3 പ്രതിഫലം പറഞ്ഞു തരാ. അല്ലാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. കുടുംബസമേതം ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഭക്ഷണം കഴിച്ച അള്ളാഹു ആ കുടുംബത്തിന് 3 പ്രതിഫലം കൊടുക്കും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കഴിക്കൂലേ? കഴിക്കൂലേ? ഞാൻ തെളിവ് സഹിതം പറഞ്ഞുതരാം, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ ജീവിതം മാത്രം എടുത്തു നോക്കിയാൽ മതി, വേറെ ആരുടെയും ജീവിതം വേണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ വീടുകളിൽ ഉണ്ടായിരുന്നു, ഇപ്പത്തെ വീടുകളിലില്ല. ഈ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുകളിൽ അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യല്ലേ? ഇവിടെ പണ്ടുള്ള ഒരു 15 വർഷം 20 വർഷം ബാക്കിലോട്ട് ചിന്തിക്ക്, എവിടെയാ അപ്പൊ ദാരിദ്ര്യം പറയണേ? എവിടെയാ ദാരിദ്ര്യമുള്ളത്? ഏതെങ്കിലും ആപ്പ അല്ലോ എന്റെ മോളെ കെട്ടിക്കും, എങ്ങനെ കെട്ടിക്കും, ടെൻഷൻ അടിച്ചിട്ടുണ്ടാ? ഉണ്ടോ മനുഷ്യ? ഇന്ന് നിനക്ക് ആകെ 2 എണ്ണേ ഉള്ളൂ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൾ, ഒരു ചെറിയ മകളെ ഉള്ളൂ. നീ ഇപ്പഴും ചിന്തിക്കുന്നത് എങ്ങനെ കെട്ടിക്കും, എങ്ങനെ കെട്ടിക്കും, എങ്ങനെ കെട്ടിക്കും. നിന്റെ ടെൻഷൻ അതാ അല്ലേ? വീട് നന്നാക്കണം, അത് റെഡിയാക്കണം, ഇത് എന്താ ജോലിയില്ല, കൂലിയില്ല, എന്റെ മോളെ എങ്ങനെ കെട്ടിക്കും. നിന്റെ അത്തായിക്ക് ഇത് വല്ലതും ചിന്ത ഉണ്ടായിരുന്നോ? അത്തായിക്ക് 5 എണ്ണം ഉണ്ടായിരുന്നല്ലോ. നിന്റെ സഹോദരിമാർ 5 പെങ്ങന്മാരുണ്ടായിരുന്നല്ലോ, 6 എണ്ണം ഉണ്ടായിരുന്നല്ലോ. നിന്റെ വാപ്പ ഏതെങ്കിലും പള്ളിയുടെ ലെറ്റർ പേഡും കൊണ്ട് വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് എരന്നിട്ട കെട്ടിച്ച് ഏത് വാപ്പായ അപ്പൊ പണ്ട് പിരിവിന് പോയിട്ടുള്ള?
നിങ്ങൾ പറ, എന്തും ഉണ്ടായിരിക്കണം ഉള്ളത് ചോദിക്കുമ്പോ. ഇവിടെ നിങ്ങളൊരു 10-25 കൊല്ലം എൻ്റെ കാലം കഴിഞ്ഞ് എൻ്റെ പോട്ടെ ഒരു 30 കൂടി ബാക്കിലോട്ട് ചിന്തിക്ക്. ഏത് പള്ളിയുടെ ലെറ്റർ പേഡും കൊണ്ടാ ഇവിടെ നിന്ന് അങ്ങനെ ഒന്ന് എഴുതി കൊടുത്തേക്കില്ലട്ടാ. അല്ലാഹു ആലം, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പള്ളിയുടെ കൊച്ചിനെ ഉണ്ടെന്ന് ചില മക്കൾ പെണ്ണിനെ കെട്ടിച്ച് 2 മക്കളുമായി ഇപ്പോഴും പിരിവ് നടത്തുന്നവരുണ്ട്. ഇപ്പോഴും പിരിവ് നടത്തുന്നവരുണ്ടപ്പാ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ പാപങ്ങളും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്റെ പ്രിയ പന്ന ഒരു 10-25 കൊല്ലം മുമ്പ് ആര് പിരിവെടുത്തിട്ട അത് അല്ലാഹു ആലം, പടച്ചവനറിയാ, അല്ലാഹ് നോക്കിക്കൊള്ളതൊക്കെ. ഇതിന് ഈമാനപ്പ ഒരു വിശ്വാസം. ബാഗേറിയ റബ്ബിനറിയാൻ റിസ്ക് തരാൻ. എന്റെ ഭാര്യ ആരാണെന്ന് അല്ലാഹു ഇപ്പൊ ഞാൻ ജനിച്ചപ്പെട്ട റബ്ബ് തീരുമാനിച്ചിട്ടില്ല എന്റെ ഭാര്യ ആരാണെന്ന്. ഞാൻ എത്രാമത്തെ വയസ്സിൽ പെണ്ണ് കെട്ടുവന്ന്. പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് വീടുണ്ടെങ്കിലേ കെട്ടത്തുള്ളൂ. ഇന്ന് വീടുണ്ടെങ്കിലേ കെട്ടു. നമ്മുടെ അത്ത കെട്ടിയത് വീടുണ്ടായിട്ടാ? പറ. എന്റെ അത്ത കെട്ടിയത് എന്താ? എന്റെ വാപ്പ എന്തായാലും വീടുണ്ടായിട്ടല്ല. ഉമ്മാനെ കെട്ടിയിട്ട് പാലക്കാട്ട് പോയി കെട്ടിയിട്ട് വീട്ടിൽ വന്നിട്ട് ഉമ്മാനെ കെട്ടിയിട്ട് പാലക്കാട്ട് പോയി കെട്ടിയിട്ട് വീട്ടിൽ വന്നിട്ട് വീടൊക്കെ ഉണ്ടാക്കിയേ. എന്ത് സന്തോഷമില്ലേ? അൽഹംദുലില്ലാ. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറുടെ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഉമ്മ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. നമ്മൾ ചിന്തിച്ചാൽ മതി, അല്ലാഹു എല്ലാം തരും പടച്ചവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊന്നുമോളെ കെട്ടിച്ചു കൊടുത്ത ആർക്കാ? അലിയായിരുന്നു നിങ്ങൾക്ക്? അംബാനിയായിരുന്നു അലിയായിരുന്നു നിങ്ങൾ? അല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താ എല്ലാവരും പണക്കാർ കെട്ടിച്ചു പാവപ്പെട്ടവര്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദ് അതപ്പോ എങ്ങനെ ഉസ്താദ്? അല്ലാഹ്ക്ക് അറിയാൻ ചങ്ങാതി, നേരെയാക്കാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കൂട്ടത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം അല്ലാഹു ആ വീട്ടിൽ ബർക്കത്ത് ചെയ്യും. അത് മതി. ബർക്കത്ത് കിട്ടിയ രക്ഷപ്പെട്ടു. ദുനിയാവും രക്ഷപ്പെട്ടു, ആഖിറവും രക്ഷപ്പെട്ടു. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. രണ്ട് മനസ്സുകൾ തമ്മിൽ ബന്ധവും സ്നേഹവും ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലേ? എടാ അവൻ എന്റെ കൂടെ പുറപ്പു, നീ പോടാ. അല്ലേ? പണ്ടൊക്കെ പറയുമായിരുന്നു, ആര് പറഞ്ഞാൽ എടാ അവ എന്റെ രക്തോടാ, എന്റെ കൂടെ പുറപ്പെടാ. ഇപ്പോ ഇതിന്റെ പണി അല്ലേ? സഹോദരങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു പണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ മാനസികമായിട്ട് ഒരു തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ഭാര്യ ചിന്തിക്കല്ല, എന്റെ ഇക്കാനെ ഞാൻ എങ്ങനെ ചതിക്കും പടച്ചവനെ. അല്ല പിന്നെ അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തയ്ക്ക് അപരിയായി എന്റെ ഭർത്താവിനെ ഞാൻ എങ്ങനെ വഞ്ചിക്കും? എന്റെ ഭാര്യ അങ്ങാണ് ഇത് അറിഞ്ഞവള് നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു പോലോ. അല്ല, സ്നേഹബന്ധം ഉണ്ടായിരുന്നു സഹോദര, കൂടപ്പുറപ്പുകൾ. ഇന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും വലിയ ശത്രു ആരാ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്നോട് ഏറ്റവും വലിയ അസൂയ എന്റെ അയൽവാസിക്കാണെന്നാണ്. അങ്ങനെ നമ്മൾ കരുതിയിരിക്കണേ. അല്ല, ഏറ്റവും കൂടുതൽ അസൂയ ആർക്കാ? അയൽവാസിക്കല്ല. അയൽവാസിക്കല്ല നമ്മളോട് ഏറ്റവും കൂടുതൽ അസൂയ തോന്നുന്നത്. തെളിവ് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോട് ഏറ്റവും കൂടുതൽ അസൂയ തോന്നുന്നത് നമ്മുടെ കൂടപ്പുറപ്പിനാ. പിന്നെ നാട്ടുകാർക്ക് തോന്നും. നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് ആ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. സൂറത്ത് യൂസുഫ് നബി അലിഹിസ്സലാമിന്റെ ചരിത്രം അല്ലാഹു പറയുന്നുണ്ട്. യൂസുഫ് നബി അലിഹിസ്സലാം വാപ്പാടെ അടുക്ക പോയിട്ട് പറഞ്ഞു, വാപ്പാ ഞാനൊരു സ്വപ്നം കണ്ടു കേട്ടാ. എനിക്കിങ്ങനെ സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു. യാക്കൂബ് നബി അലിഹിസ്സലാം മോനോട് പറഞ്ഞു കൊടുത്തു, മോനെ നീ ആരോടും പറയണ്ട, കാക്കാമാരോടൊന്നും പോയി പറയണ്ടട്ടാ, നിന്റെ സഹോദരങ്ങളോടൊന്നും പോയി നീ പറഞ്ഞു കൊടുക്കണ്ട. യൂസുഫ് നബി അലിഹിസ്സലാം കുട്ടിയാ പോയി പറഞ്ഞു കൊടുത്തു. അവസാനം ഉണ്ടായത് എന്തേ? പൊട്ടക്കണത്തിലിട്ടിട്ട് കൊല്ലാൻ നോക്കിയത് ആ കൂടപ്പുറപ്പുകളായിരുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഏറ്റവും കൂടുതലല്ലേ അവന് മാത്രം എങ്ങനായി, ഞാൻ ഇങ്ങനായി, ഓന് അറബി എത്തിങ്കാനയിലാക്കിയതാ, അവൻ കൈയിട്ട് വാരിയതാ. എന്തിനപ്പ? അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, സന്തോഷം. എന്നെക്കാളും വലിയ വീട് അവനെക്കാളും വലിയ വീട്. എത്രയൊക്കെ ആണെങ്കിലും, എത്ര വലിയ വീട് വെച്ചാലും കുടുംബ വീട്ടിൽ കിടന്നാൽ കിട്ടുന്നൊരു സുഖം വേറെ എങ്ങും കിട്ടൂല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉള്ള കാര്യമല്ലേ? അതാണ് കുടുംബ വീട്ടിൽ പോയി ഒന്ന് കടന്നാൽ മതി. എന്ത് ബർക്കത്തെന്നറിയോ? ആ ബർക്കത്ത് ഉണ്ടാകാനുള്ള കാരണം എന്താ? നിന്റെ അത്തായ അമ്മ അവിടെ ഉള്ളത് കൊണ്ടാ. ആ പ്രായമുള്ളവർ ആ വീട്ടിൽ ഉള്ളത് കൊണ്ടാണ് ആ വീട്ടിൽ ബർക്കത്തുള്ളത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുന്ന നേട്ടം എന്തുണ്ടാകും? സ്നേഹബന്ധം ഉണ്ടാകും. കൂടപ്പുറപ്പുകൾ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിലൊരു ബന്ധം. ഇന്ന് അല്ലാഹുവേ പടച്ചവനെ, ഇന്ന് ഭർത്താവ് തന്നെ പാത്രത്തിൽ ഭാര്യ കൈവെക്കോ? നിങ്ങൾ ഇന്നൊന്ന് പോയി നോക്കണം. ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് എന്റെ വയല് കേൾക്കണ, ഓരോ ലൈവ് കേൾക്കണ ഓരോ ഭർത്താവും ഓരോ ഉമ്മയും നിങ്ങളും ചിന്തിക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ നീ കഴിച്ച പാത്രത്തിൽ ഒത്തിരി ചോറ് വെച്ചിട്ട് ആമിനാക്കി കൊടുത്തു നോക്ക്. ആമിനെ പതുക്കെ എടുത്തുകൊണ്ട് പോയി തട്ടാൻ. എന്തിന്? നമ്മുടെ ഉമ്മ. അല്ലാഹു നമ്മുടെ ഉമ്മയ്ക്ക് മരണപ്പെട്ടവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ.
ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഉമ്മ ഇങ്ങനെ പണ്ട് ഒരു ചെറിയ ഒരു കലത്തിനകത്തങ്ങിട്ടിട്ട് കുലുക്കും, ഇങ്ങനെ കൈയിട്ടങ്ങിട്ട് കുഴയ്ക്കും, സാമ്പാറും തൈരും എല്ലാം കൂടെ ഒരു സിമെന്റ് കുഴക്കണ പോലെ, ഇപ്പം മിസ്സിയും കുഴക്കണ പോലെ ഉമ്മ അങ്ങോട്ട് കൈയിട്ടൊരു കുഴ കുഴച്ചിട്ട് ഇങ്ങോട്ട് വാരിയിട്ട് വേണോടാ വേണം, അള്ളാഹു ഓടിച്ചെല്ലും വാരി തിന്നാൻ. ഇന്ന് നിങ്ങൾ വീട്ടിൽ പോകാം, ക്ലാസ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് രാത്രി ചോറിടാൻ നേരത്ത് അൻസാരി അണ്ണൻ ചോറിൻ്റെ അകത്തോട്ട് കൈയിട്ട് അങ്ങോട്ട് കുഴയ്ക്കുക, എല്ലാം അങ്ങോട്ട് കുഴച്ചിട്ട്. അൻസാരി അണ്ണന് മോനാ മോളാ ഉള്ളേ? ആ മോൻ. എത്ര വയസ്സുണ്ട്? 22. പോട്ടെ, വീട്ടിൽ പോയിട്ട് 22 വേണ്ട, ഒരു 5 or 6 വയസ്സുള്ള മുഖന്റെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചോറങ്ങോട്ട് കുഴിച്ചിട്ട് വാടാ മോനെ വാരിത്തരാം, വാപ്പ തിന്നോളെ, വാപ്പ തിന്നാം. കാരണം അത് വേസ്റ്റാ, ഒരാൾ തിന്നതിന്റെ ബാക്കി തിന്നാൻ പാടില്ലല്ലോ. അവൻ എങ്ങനെയാ വാപ്പ പഠിപ്പിച്ച് വെച്ചിരിക്കണ, പിന്നെ എങ്ങനെ നേരെയാവാനാ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാ അവസ്ഥ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ തമാശക്ക് പറഞ്ഞതല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ ആ വീടിൻ്റെ അകത്ത് ഒരു ബന്ധമുണ്ടാകും, സ്നേഹബന്ധം ഉണ്ടാകും. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ.